ഈ ദിവസങ്ങളിൽ എനിക്ക് ഫ്രണ്ട് സർക്കിളിൽ എനിക്ക് അത്യാവശ്യം കോംപ്ലിമെൻറ്റ്സ് വാങ്ങി തന്ന 2 പെർഫ്യൂമുകളാണ്. ഒന്ന് ഫ്രഞ്ച് അവന്യൂ ഒബ്സിഡിയൻ, പിന്നെ അറബിയാത് പ്രസ്റ്റീജിൻ്റെ ഫഹദ് കേസ്. പക്ഷെ എനിക്ക് കോംപ്ലിമെൻ്റ് കിട്ടിയത് ഇതിൻ്റെ ഒറിജിനൽ പെർഫ്യൂമിൻ്റെ പേരിലാണ് കിട്ടിയത്. ഇത് ഒന്ന് ഫഹദ് കേസ് നമ്മുടെ പെർഫ്യൂംസ് ഡെ മാർലി പെഗാസസിൻ്റെ ആ ഒരു DNA എടുത്തിട്ട് ചെയ്തതും, ഒബ്സിഡിയൻ കിലിയൻ ഏഞ്ചൽ ഷെയർ ഓൺ ദി റോക്സ് എന്ന പെർഫ്യൂം. അത് ഏഞ്ചൽസ് ആൻഡ് ഷെയർ തന്നെയാണ്, അതിനകത്തൊരു സിട്രസ് എലമെൻറ്റും കൂടി വരുമ്പോഴൊരു മണമാണ്. അപ്പം എനിക്ക് ഈ രണ്ടിനും ഇതിൻ്റെ ഒറിജിനൽ പെർഫ്യൂമിൻ്റെ പേരിലാണ് എനിക്ക് കോംപ്ലിമെൻറ്റ് കിട്ടിയത്. അപ്പോൾ അത്രമാത്രം സിമിലർ ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു കോംപ്ലിമെൻറ്റ് കിട്ടിയത്. ഇനി ആദ്യം നമുക്ക് ഫഹദ് എടുക്കാം. ഫഹദ് ഗേസ് അറബിയത്തിന് നല്ലൊരു പാക്കേജിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. 100 ml ഉണ്ട്. ഇവിടെ ബാച്ച് കോഡും കാര്യങ്ങളൊക്കെ കാണാം. അത് അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കണം. ചിലപ്പോൾ ദൂരി ഇളകി വീഴേണ്ട, കണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഒരു ബോക്സിൽ അത്യാവശ്യം പിടുത്തൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ. ഇവിടെ നോട്ടും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് നോട്ടിൽ സ്പൈസി, എലമി, മെറ്റാലിക്. മിഡിൽ നോട്ടിൽ ഓറഞ്ച് ബ്ലോസം, ഇൻസെൻസ്, പച്ചൂളി, ഡ്രൈഡ് ഓണിൽ, ആംബർഗ്രീസ്, വാനില, മോസ്. എന്താണ് ഇതിൻ്റെ മണം പറയുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ പാക്കേജിങ് പ്രസൻറ്റേഷൻ കൊള്ളാം. പ്ലാസ്റ്റിക് അല്ല, മെറ്റലാണ്. നല്ല ബോട്ടിൽ ഡിസൈൻ. പക്ഷെ ഒരു പ്രശ്നം, ക്യാപ്പ് ഇതിങ്ങനെ ഹോൾഡ് ചെയ്യാന്നുള്ളൊരു ചടങ്ങ്. ഇതൊരു പ്രത്യേക ഇതിൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇരിക്കില്ല. ഓക്കെ, EDP ആണ് കോൺസെൻട്രേഷൻ വരുന്നത്. നോട്ടും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി ട്രൈ ചെയ്യാം. ഞാൻ ഓൾറെഡി ഇവിടെ അടിച്ചിട്ടുണ്ട്. നല്ല പ്രഷറൈസ് ചെയ്തിട്ടുള്ള സ്പ്രേ. ഇതിൻ്റെ മണം പെർഫ്യൂംസ് ഡെ മാർലി പെഗാസസ് നമ്മൾ ഈ അടുത്ത കാലത്ത് ഡീക്കറ്റ് ആക്കിയിരുന്നു, റിവ്യൂ ചെയ്തിരുന്നു. ഇത് കൈപ്പറ്റിയ പലരും എന്നോട് പറഞ്ഞു, ചേട്ടാ പെഗാസസ് ഞങ്ങൾക്ക് നന്നായിട്ട് വർക്കൗട്ടായി, ഇഷ്ടപ്പെട്ടു, ഓഫീസിൽ അടിച്ചു, കോംപ്ലിമെൻറ്റ് കിട്ടി. പലരും ചോദിച്ചു ഇത് ഏത് പെർഫ്യൂം ആണെന്ന്. ചിലർ പാർട്ടിയിൽ ഉപയോഗിച്ചിട്ട്, കല്യാണത്തിൽ ഉപയോഗിച്ചിട്ട് കോംപ്ലിമെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളെ കൊണ്ട് ഇത് വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ല. നമ്മൾ സാധാരണക്കാരാണ്. അപ്പോൾ ഈ 25,000-22,000 രൂപ മുടക്കി ഒരു പെർഫ്യൂം വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതി നിലവിലില്ല. അപ്പോൾ ഇതിന് തത്തുല്യമായിട്ടുള്ള, ഈക്വലായിട്ടുള്ള, ക്വാളിറ്റിയുള്ള ഒരു ഇൻസ്പയർഡ് പെർഫ്യൂം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം ഓർഡർ ചെയ്തത്. അത് മാത്രമല്ല, പെഗാസസ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്താണെന്ന് പൂർണ്ണമായും പറയാൻ പറ്റും. ഇത് പെഗാസസുമായി 95% എല്ലാ വിധത്തിലും സിമിലർ ആണ്. പെഗാസസിൽ കിട്ടുന്ന ആ ഒരു ബദാമിൻ്റെയും മിൽക്കി നോട്ടിൻ്റെയും അല്പം മെറ്റാലിക് നോട്ടിൻ്റെയും ചെറിയൊരു ഓറഞ്ച് ബ്ലോസത്തിൻ്റെയും ആൽമണ്ടിൻ്റെയും ഒക്കെ ചേർന്ന് വരുന്ന മണം തന്നെയാണ് പെഗാസസിൻ്റെ റിവ്യൂ കോപ്പി പേസ്റ്റ്. അത്രയേ ഉള്ളൂ ഇതിലും. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഈ പെർഫ്യൂം. അറിയാലോ, ഈ ഒരു പ്രൈസ് റേഞ്ചൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാന്നില്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ പെർഫ്യൂംസ് ഡെ മാർലി പെഗാസസിൻ്റെ മണമുള്ള ഒരു പെർഫ്യൂം. ഡ്രൈഡ് ഓണിൽ വരുമ്പോൾ കിട്ടുന്ന മണം ആ ഒരു ക്ലീൻ സാൻഡൽവുഡ് ക്രീമി സ്മെല്ലാണ് ഡ്രൈഡ് ഓണിൽ വരുന്നത്. ഇത് നിങ്ങൾക്കിത് ട്രൈ ചെയ്യുമ്പോൾ പെർഫ്യൂംസ് ഡെ മാർലി പെഗാസസ് ട്രൈ ചെയ്ത ആ ഒരു ഫീൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക, കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ. ഇനി ഇതിൻ്റെ പെർഫോമൻസ് വരുമ്പോൾ പെർഫ്യൂംസ് ഡെ മാർലി പെഗാസസ് എത്രത്തോളം നിന്നോ അത്രത്തോളം തന്നെ ഇതിന് പെർഫോമൻസ് ഉണ്ട്, ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷനും ഉണ്ട്. ഇത് ഓഫീസിൽ നമുക്ക് യൂസ് ചെയ്യാം, ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കാം, വെയിലത്ത് ഉപയോഗിക്കാം, പുറത്ത് പോകുമ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് അടിക്കാൻ പറ്റുന്നൊരു പെർഫ്യൂമാണ്. എനിക്ക് ഈ ഒരു പെർഫ്യൂമിനെ ഞാൻ അടിച്ചപ്പോൾ എന്നോട് ചോദിച്ചത് പെഗാസസ് ആണോ അടിച്ചത് എന്നാണ് എനിക്ക് കിട്ടിയ കോംപ്ലിമെന്റ്. കാര്യം പെഗാസസ് ഓൾറെഡി ഉള്ള ഒരുത്തരം എൻ്റെ അടുത്ത് പറഞ്ഞു, അത് പെഗാസസ് അടിച്ചല്ലേ. ഞാൻ പറയും മണം കിട്ടുന്നുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഇത് പെഗാസസ് അല്ല. അപ്പോൾ അതേ സാധനം ഞാൻ പറയാം ഫഹദ് കേസ് കൊള്ളാമല്ലോ. അപ്പോൾ പെഗാസസ് അടിച്ചതുപോലെയുള്ള കോംപ്ലിമെന്റ് ആണ് ഇതിനും കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ആ കാര്യം പറഞ്ഞത്. ഇതൊക്കെ ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്ത് ട്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം. മെയിനായിട്ട് ഓഫീസിൽ ഇരിക്കുന്നവർക്ക്, അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക്. നിങ്ങൾ പെഗാസസ് എവിടേക്ക് അടിച്ചു അവിടേക്ക് ഇത് അടിക്കും. പെഗാസസ് ഞാൻ പറഞ്ഞല്ലോ 10,000-19,000 20,000 വില വരുന്നൊരു പെർഫ്യൂമാണ്. അതിൻ്റെ DNA എടുത്തിട്ടാണ് ചെയ്തത്. പിന്നെ ഇത് സിന്തറ്റിക് ആയിട്ടുള്ള അങ്ങനെ ഒരു ഓപ്പണിങ് എനിക്ക് തോന്നിയില്ല. എനിക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ചില പെർഫ്യൂമൊക്കെ ചീപ്പ് മണമായിരിക്കും, ചീപ്പ് സിന്തറ്റിക് സ്മെല്ലായിരിക്കും. പെഗാസസ് ട്രൈ ചെയ്തവർക്ക് ഇത് ട്രൈ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ഇത് വാങ്ങാം ഡെഫിനറ്റ് ആയിട്ട്. ഒന്ന് മാസ്റ്ററേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറെ കൂടി സ്ട്രോങ് ആവും. 95% എന്നുള്ളത് ചിലപ്പോൾ 99% പെഗാസസുമായിട്ട് സിമിലാരിറ്റി കൈവരിക്കും. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് പെഗാസസ് ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ് ആയിട്ട് വാങ്ങാം. ഇത് പെഗാസസും വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ലാത്തവർക്കാണ് ഈ ഒരു പെർഫ്യൂം. നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ പെഗാസസ് അടിച്ച അതേ ഫീലും അതേ ഒരു കോൺഫിഡൻസും കിട്ടും. ഇനി ഫ്രഞ്ച് അവന്യൂവിൻ്റെ ഒബ്സിഡിയൻ. എന്താണ് ഇതിന്റെ മണം എന്നറിയാതെയാണ് ഞാൻ എൻ്റെ മുറിയിൽ കർട്ടണിൽ അടിച്ചത്. അവസാനം കർട്ടൺ കൊണ്ട് ഊരി വെച്ചു. അതുപോലെ നിന്ന് പ്രൊജക്ട് ചെയ്ത് ഈ പെർഫ്യൂം. ഇതൊരു കടാരയുടെ ഡിസൈൻ ഉള്ളൊരു ബോട്ടിൽ ഡിസൈനാണ്. എക്സ്ട്രാ ഡേ പെർഫ്യൂം ആണ്, ചുമ്മാ അല്ല. ഫ്രഞ്ച് അവന്യൂവിൻ്റെ നല്ല ബോട്ടിൽ, കട്ടിയുള്ള ബോട്ടിൽ. ഇതൊരു പേപ്പറാണോ തുണി എന്നറിയില്ല, ഒരു സിൽക്കി വെൽവെറ്റ് പോലുള്ള ഒരു മെറ്റീരിയൽ. ഇതുണ്ടല്ലോ, ഒരു വാക്കത്തെയോ കടാരയോ അതുപോലെയാണ് ഇതിൻ്റെ ബോട്ടിൽ ഡിസൈൻ. ചീപ്പല്ല. ക്യാപ്പ് മെറ്റലാണോ പ്ലാസ്റ്റിക് ആണോ നോക്കട്ടെ. ക്യാപ്പ് മെറ്റലാണ്, പ്ലാസ്റ്റിക് അല്ല. ബോട്ടിലോളം തന്നെ ബോട്ടിലിനേക്കാൾ ഭാരം ക്യാപ്പിന്. കൊള്ളാം. ശരിക്കും ഈ കടാര പോലെ തന്നെ ഷാർപ്പാണ് ഈ പെർഫ്യൂം എന്ന് വെച്ചാൽ അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ഇതിൻ്റെ
നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് ടോപ്പ് നോട്ടിൽ ഗ്രേപ്പ് ഫ്രൂട്ട്, ആൽഡഹൈഡ്സ്, ബെർഗാമോ, മിഡിൽ നോട്ടിൽ മിർ, ലാബ്ഡനം, ജാസ്മിൻ, ബേസ് നോട്ട് ടോങ്കാബീൻ, ആംബർ, വാനില. അതായത് കിലിയൻ ഏഞ്ചൽസ് ആൻഡ് ഷെയർ, അല്ലെങ്കിൽ നമ്മുടെ ഏതാണ് ലത്താഫ ഹംറയുടെ ആദ്യത്തെ ബാച്ച്, ആ ഒരു ബൂസി കിക്കുള്ള ബാച്ച് ഉണ്ടല്ലോ, ആ ബാച്ച് പെർഫ്യൂം എടുത്തിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരുടെ ആ ഒരു DNA എടുക്കുക. ആൽഡഹൈഡ്സ്, സിട്രസ്, ബെർഗാമോ, ലെമൺ, ആ DNA കൊണ്ട് നിറച്ചിട്ട് പിന്നെ ഖംറ ചേർക്കുക. അതാണ് ഇതിൻ്റെ മണം. ഇപ്പം ലത്താഫ ഖംറയും ഒരു ഫ്രഷ് പെർഫ്യൂം കൂടെ ചേരുമ്പോൾ മണം. ലത്താഫ ഖംറ അത് കിലിയൻ ഏഞ്ചൽസ് ആൻഡ് ഷെയറിൻ്റെ DNA ആണ്. ഈ പെർഫ്യൂം ഏതിൻ്റെ ക്ലോണാണ്, ഏതിൻ്റെ ഇൻസ്പയർഡ് ആണ്? നേരത്തെ പറഞ്ഞതുപോലെ ഏഞ്ചൽസ് ഷെയർ ഓൺ ദ റോക്സ് എന്ന പെർഫ്യൂം, അതും ഈ പറയുന്നത് പോലെ സ്പൈസി, ബൂസി, വാനില മണം, ഒപ്പം ഒരു സിട്രസ് നോട്ട് വരുമ്പോൾ മണം. അതാണ് ഇതിൻ്റെ മണം. ഞാൻ ബോഡിയിൽ അടിക്കുന്നില്ല, അത് ഭയങ്കര സ്ട്രോങ് ആയത്. ഇത്ര അടിച്ചാൽ മതി. ടോപ്പ് നോട്ടിൽ നാരങ്ങ മിഠായിയുടെ പോലെ ഒരു നാരങ്ങയുടെ ഓപ്പണിംഗ് ആണ്. അത് ഈ നാരങ്ങ മിഠായിയുടെ മണം. നിങ്ങൾക്ക് നാരങ്ങ മിഠായി അറിയോ? നാരങ്ങ മിഠായി അതുപോലെ പണ്ടൊരു മിഠായി ഉണ്ടല്ലോ, ഒരു ഓറഞ്ച് കളറിൽ ഉണ്ട കളറിലിരിക്കും, ഒരു നാരങ്ങയുടെ പേര് മറന്നു. നമ്മൾ മിക്കവാറും നമ്മൾ കഴിച്ചിട്ടുള്ള സാധനമാണ് ഈ ഗ്യാസ് മിഠായി, നാരങ്ങ മിഠായി. പിന്നെ ഒരു കവറിനകത്ത് ഉരുണ്ടിരിക്കും, ഒരു ഓറഞ്ചിന്റെ ഫ്ലേവർ, ഓറഞ്ച് മിഠായി, ഓറഞ്ച് കളർ. അതിങ്ങനെ നാവിൽ വെച്ച് കഴിച്ച് കുറെ കഴിയുമ്പോൾ നല്ല രീതിയിൽ ഒരു പിങ്ക് കളറായിട്ട് മാറും. അതിന്റെ പേര് മറന്നു, ഓറഞ്ച് മിഠായി. അതിന്റെ മണമാണ് ടോപ്പ് നോട്ടിൽ കിട്ടുന്നത്. അതായത് സിട്രസിന്റെയും ബെർഗാമോയുടെ ഒരു ഓപ്പണിംഗ്, അത്രേ ഉള്ളൂ. പിന്നെ ഇത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഡിസൈനർ പെർഫ്യൂം, നീഷ് പെർഫ്യൂം പോലെ ഈ പെർഫ്യൂം മാറും. ഇവന്റെ ക്യാരക്ടർ മാറിയിട്ട് ഇത് നമ്മുടെ ഒരു ലത്താഫ ഖംറ കുറെ കൂടി ആംപ്ലിഫൈ ചെയ്തൊരു ബൂസി കിക്ക് തരുന്ന മണമായിട്ട് മാറും. ഇത് മെയിനായിട്ട് നല്ല പ്രൊജക്ഷനും ലോങ്ജെവിറ്റിയും വേണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഈ സാധനം. അതായത് പാർട്ടി, ക്ലബിങ്, രാത്രിയിൽ എന്തെങ്കിലും യാത്ര പോവുക, അല്ലെങ്കിൽ കൂട്ടുകാരോട്ട് അടിച്ചു പൊളിക്കുക, രാത്രിയിൽ ഫുഡ് അടിക്കാൻ പോവുക, സിനിമയ്ക്ക് പോവുക, സെക്കൻഡ് ഷോയ്ക്ക് പോവുക, രാത്രിയിലെ പരിപാടിക്കൊക്കെ ഈ ഒരു പെർഫ്യൂം സൂപ്പറാണ്. പിന്നെ അതുപോലെ രാവിലെയൊക്കെ ഉപയോഗിക്കാനും, രാവിലെ ഇതുപോലെ കല്യാണം പോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും ഈ ഒരു പെർഫ്യൂം ഉപയോഗിക്കാം. വളരെ സ്ട്രോങ് ആണ്. ഇത് ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത് ഏത് പെർഫ്യൂം ഞങ്ങൾക്ക് വർക്കൗട്ട് ആവും. ஆனால் ഏത് പെർഫ്യൂം പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങും. പക്ഷേ പെർഫോമൻസ് ഉണ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ ലോങ്ജിവിറ്റി വേണം, കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തുണ്ടാവണം. അങ്ങനെയുള്ള നമ്മുടെ ആളുകൾക്കാണ് ഈ ഒരു സാധനം. ഓക്കെ, ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്, ഇത് നമ്മൾ അടിച്ചിട്ട് ഷർട്ട് കൊണ്ട് കഴുകണം എങ്കിലേ ഇതിൻ്റെ മണം മാറും. അതുപോലെ സ്ട്രോങ് ആണ്. എനിക്കിത് സ്ട്രോങ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം കട്ടണിലേക്ക് അടിച്ചിട്ട് അവസാനം കട്ടൻ ഊരിട്ട് കളഞ്ഞു. സ്ട്രോങ് ആണ്. ഇത് ഒരേ സമയം ഫ്രഷ് ആണ്, ഒരേ സമയം ഡാർക്ക് ആണ്, ഒരേ സമയം ഒരു ബൂസി മണമുള്ള പെർഫ്യൂമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർക്കും ട്രൈ ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്തിട്ട് വാങ്ങും നിങ്ങൾ. പിന്നെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ രണ്ട് പെർഫ്യൂമും ക്വാളിറ്റി അത് പറയാതിരിക്കാൻ വയ്യ, നല്ല ക്വാളിറ്റിയാണ്. സിന്തറ്റിക് ആയിട്ടുള്ള സ്മെൽ എനിക്ക് തോന്നിയില്ല. സിന്തറ്റിക് എന്ന് പറയുമ്പോൾ ചീപ്പ് സ്മെല്ലായിട്ട് തോന്നിയില്ല, വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കെമിക്കൽ സ്മെല്ലായിട്ട് എനിക്ക് തോന്നിയില്ല. നല്ല ഒരു ഡിസൈനർ പെർഫ്യൂം വാങ്ങുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു സംതൃപ്തിയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാം, ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. ഈ വക പെർഫ്യൂം ഒന്നും ട്രൈ ചെയ്യാതെ വാങ്ങരുത്. ഓക്കെ, ഇനി ഇതിൻ്റെ ലോങ്ജിവിറ്റി എന്ന് പറയുമ്പോൾ ഇതൊരു 10 മണിക്കൂർ 12 മണിക്കൂർ വൈകുന്നേരം രാത്രി ഉപയോഗിച്ചാൽ നിൽക്കും. പ്രൊജക്ഷൻ ആദ്യത്തെ 3-3.5 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷനാണ്. ഇതും അതുപോലെ തന്നെയാണ്. പ്രൊജക്ഷനും ലോങ്ജിവിറ്റിയും രണ്ടും സ്ട്രോങ് ആണ്. രണ്ടും നീഷ് പെർഫ്യൂംസിന്റെ ഇൻസ്പയർഡ് ആണ്. വളരെ ക്ലോസ് ആയിട്ടുള്ള സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് നിങ്ങൾ എത്രയോ വില കൂടി ഒരു പെർഫ്യൂം അടിച്ച ആ ഒരു ആത്മവിശ്വാസവും ആ ഒരു സാറ്റിസ്ഫാക്ഷനും ഗ്യാരണ്ടികളാണ്. രണ്ട് പെർഫ്യൂമും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കോംപ്ലിമെന്റ്സിനും ലോങ്ജിവിറ്റിക്കും വേണ്ടിയിട്ട് ഇറക്കിയ പെർഫ്യൂംസ് ആണ്. ഒരെണ്ണം പെർഫ്യൂംസ് മാർലി പെഗാസസ് എക്സാക്ട് 95% സിമിലർ. ഇതും അതുപോലെ തന്നെയാണ്. കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തായിട്ടുള്ള പെർഫ്യൂം. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. 5 ml 10 ml ഡീക്കൻ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് കമൻറ്റിൽ എൻ്റെ വാട്സപ്പ് നമ്പറും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് മെൻഷൻ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.